ഹലോ ഗായ്സ്, ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു കുട്ടി തോട്ടം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതിൽ ഞാൻ നട്ടതുകൊണ്ട് എൻ്റെ ഉമ്മച്ചി നട്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഫ്രാഷൻ ഫ്രൂട്ടാണ്. അതിൻ്റെ വള്ളിയാണ് കേട്ടോ. അതിങ്ങനെ വലുതാവുമ്പോൾ പടർത്തി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഇത് നമ്മുടെ മമ്പയറാണ്. അതും മമ്പയർ വള്ളിയാണ് കേട്ടോ. ഇതൊക്കെ വിത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ മുളപ്പിച്ചെടുക്കുന്നതാണ്. വിത്ത് മുളപ്പിച്ചെടുത്തിട്ട് അതാണ് ഞങ്ങൾ ആക്കുന്നത്. പിന്നെ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിന് മമ്പയർ വളർത്താനൊന്നും ഒരുപാട് വളമൊന്നും വേണ്ട ആവശ്യമില്ല. അത് ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഉണ്ടായിക്കോളും. അതിങ്ങനെ കാട് പോലെ പടർന്ന് പിടിക്കുന്നുണ്ടോ ഗൈസ്? അത് ഇങ്ങനെ കാട് പോലെ കുറേ സ്ഥലത്തുണ്ട് ഈ മമ്പയർ. പിന്നെ നമുക്ക് ഉണക്കിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇത് നമ്മുടെ ചീരയാണ്. അത് ഞങ്ങൾ ഒരു പ്രാവശ്യം വെട്ടിയെടുത്തതാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ. ചീര രക്തം വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സാധാ ചീരയാണിത്. ഇതൊക്കെ നമ്മുടെ അങ്ങോട്ട് പടർന്ന് പിടിച്ചിട്ടുള്ള മമ്പയറാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പച്ച മമ്പയർ. ഈ സമയത്തല്ല കേട്ടോ നമ്മളത് ഉപയോഗിക്കുക. ആ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഇപ്പോൾ കൂടുതലുള്ളത് മമ്പയറാണ്. ഞങ്ങൾ കുറേ പറിച്ചിട്ടും ഉണ്ട് കേട്ടോ. സൈഡിൽ കാണുന്ന കാന്താരിയാണ്. അത് ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ സാമ്പാർ ചീരയാണ് കേട്ടോ. ഉപ്പേരി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ സൈഡിലുണ്ട്. നമ്മൾ സാമ്പാർ ചീര എന്നാണ് അറിയപ്പെടുക, പക്ഷെ ഉപ്പേരി ആയിട്ടും ഉപയോഗിക്കും. സാമ്പാറിലൊക്കെ ഇടുന്ന ചീരയാണ്. അത് അധികം സാമ്പാറിലാണ് ഇടാറ്. വളരെ ഹെൽത്തിയാണ്, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതിൻ്റെ പൂവ് നമ്മൾ ഉപയോഗിക്കില്ല. അതിൻ്റെ ആ ഒരു പൂവ് എടുക്കില്ല, ആ ഇല മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നല്ല ഒരു സാധനം തന്നെയാണ് ഈ ഒരു സാമ്പാർ ചീര എന്ന് പറയുന്നത്. അതിൻ്റെ ആ തണ്ട് നട്ടാൽ എവിടെ ഉണ്ടാവും. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിലും എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയിലും ഉണ്ട് ആ സാമ്പാർ ചീര തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ എന്തോ ചെടിയാന്ന് വിചാരിച്ച് മമ്പയർ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പുറത്തും ഉണ്ടായിട്ടുണ്ട്, ഇവിടെയും ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. പയർ ഇനങ്ങളിൽ പെട്ടതാണ് നമ്മൾ അധികം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അവരുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു നോർമൽ ചീരയില്ലേ, അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന അതിൻ്റെ വിത്താണ്. ഇത് നമുക്ക് പിന്നെയും വേറെ നടാൻ വേണ്ടിയിട്ട് ഈ വിത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് വെട്ടാണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. മറ്റേതൊക്കെ ഇത് കുറേ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ. നല്ല ഹെൽത്തി ഫുഡ് തന്നെയാണ്. പിന്നെ അത് വിത്ത് വീണിട്ട് അതിൻ്റെ ഇടയിൽ ചീരയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലോണം. നമ്മുടെ പുളി വരെ ഉണ്ടായിട്ടുണ്ട് ഗൈസ്. പുളി മരമായിട്ടില്ല. പിന്നെ ഇത് വേറൊരു തരം ചീരയാണ്. ഇതിൻ്റെ മേലെ കണ്ടില്ലേ, ഇത് കട്ടിയില്ലാത്ത പോലെയല്ലേ, നല്ല കട്ടിയുള്ളതാണ്. ഇതിൻ്റെ വിത്തിനും മാറ്റമുണ്ട്. പിന്നെ അത് നമ്മുടെ പുളിയാണ്. പുളി ഉണ്ടായിട്ടുണ്ട് നല്ലോണം, അത്യാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പുളി ആയിട്ടുണ്ട്, നല്ല പുളീൻ്റെ തൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർ വാഴ ഉണ്ട്, ഇഷ്ടം പോലെ കറ്റാർ വാഴ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനെയൊക്കെ സ്മൂത്താക്കാനൊക്കെ നമ്മൾ ഈ അലോവേര ഉപയോഗിക്കും. അലോവേര നല്ലോണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കറിവേപ്പില തൈയും കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരുപാടുണ്ടായിരുന്നു കറിവേപ്പില, തുളസി, അതൊക്കെ പോയതാണ്, ഒക്കെ ഉണങ്ങിപ്പോയതാണ്. പിന്നെ ഇത് നമ്മുടെ ചീര തന്നെയാണ്. ചീര അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട് കേട്ടോ ചീര. പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ മുല്ലയാണ് ഗൈസ്. മുല്ലയൊക്കെ പൂത്താൻ നല്ല അടിപൊളിയാണ്. ഇത് പച്ച ചാമ്പക്കേൻ്റെ തൈയാണ്. ഉള്ളിൽ വെള്ള കളറിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ വലുതായി കഴിഞ്ഞാൽ. പിന്നെ അത് നമ്മുടെ സപ്പോട്ടേൻ്റെ തൈയാണ്. വിത്തിൽ നിന്ന് തന്നെ മുളപ്പിച്ചാണ്. ഈ ഗാർഡനിലുള്ള എല്ലാം ഞങ്ങൾ ഈ വിത്ത് തന്നെ മുളപ്പിച്ചാണ്. ഒരു പുറത്തുനിന്നുള്ള ചെടിയോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല. ഒക്കെ ഞങ്ങൾ വിത്തിൽ നിന്ന് തന്നെ മുളപ്പിച്ച് എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇത് നമ്മുടെ കഞ്ഞിക്കൂർക്കലാണ്. ജലദോഷം, അങ്ങനെ പനി, അതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ കഞ്ഞിക്കൂർക്കൽ. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ലതാണ്, പെട്ടെന്ന് മാറിക്കിട്ടും. ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. അതിൻ്റെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുല്ല കേട്ടോ, മുല്ലയുണ്ട്.
പിന്നെ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ മുല്ലൊക്കെ ഒന്ന് പൂത്ത് കിട്ടിയ എൻ്റെ മക്കളെ, വീടിൻ്റെ ചുറ്റിനും ഉണ്ടാവും അതിൻ്റെ ഒരു മണം ആയിക്കൂടെ പോകുമ്പോൾ തന്നെ. ഇത് നമ്മുടെ അവക്കാഡോൻ്റെ ആണ്. ചില ആൾക്കാർ ഇതിന് വെണ്ണപ്പഴം എന്നൊക്കെ പറയും, എന്തോ വാട്ടർ ബൂട്ട് എന്നൊക്കെ പറയും. ഇത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടും അല്ലാണ്ടൊക്കെ കഴിക്കാം. നല്ല ഹെൽത്തിയാണ് കേട്ടോ, നല്ല ടേസ്റ്റും കൂടിയാണ്. ഈ അവക്കാഡോൻ്റെ ഇതും ഞങ്ങൾ വിത്തിൽ നിന്ന് തന്നെ മുളപ്പിച്ചെടുത്തതാണ്. ഒക്കെ മുളപ്പിച്ചെടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഈ മുളപ്പിച്ച് തന്നെയാണ് ഉണ്ടാക്കിയത്. 3-4 തൈ ഉണ്ട് കേട്ടോ അതിൻ്റെ, ഒന്നൊന്നല്ല 3-4 ഉണ്ട്. പിന്നെ ഈ കഞ്ഞിക്കൂർക്കൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ഇവിടെ ഉണ്ട് കേട്ടോ. ഏതൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കഞ്ഞിക്കൂർക്കൽ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വെണ്ണപ്പഴത്തിൻ്റെ തന്നെയാണ് കേട്ടത്. ഇതും നമ്മുടെ വെണ്ണപ്പഴം തന്നെയാണ്. ഇതിൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയതാണ്. വെണ്ണപ്പഴത്തിന് ഇതിന് ഒരുപാട് മണ്ണ് ആവശ്യമാണ് കേട്ടോ. ഇതിൻ്റെ വേരൊക്കെ മണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങും. അപ്പോഴാണ് നല്ലോണം ഉണ്ടാവുക. ഇത് വലുതായ വലിയ മരക്കായാൽ നമുക്ക് തന്നെയാണ് കേട്ടോ ഉപകാരം ഇതുകൊണ്ട്. കണ്ടു ഗൈസ്, നമ്മുടെ ചീര വേറെയും ഉണ്ടായിട്ടുണ്ട്. നല്ലോണം ഉണ്ടാകുന്നുണ്ട് ഈ ചീര. ഇതിപ്പോൾ 3ാമത്തെ തൈയാണ് ഈ ചീരേൻ്റെ. നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. നമ്മുടെ ആത്തച്ചക്കേൻ്റെ തൈയാണ് കേട്ടോ. ആത്തച്ചക്കയുടെ വലുതായിട്ടുണ്ട്. ആത്തച്ചക്കയുടെയും വെണ്ണപ്പഴത്തിൻ്റെയും ആണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും വലുതായിട്ട് നിൽക്കുന്നത്. ഇതും ആത്തച്ചക്കയുടെ തന്നെയാണ്. നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വലുതായ നമുക്ക് തന്നെയാണ് ഉപകാരം. പിന്നെ നമ്മുടെ സാമ്പാർ ചീര ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാൻ, അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ ഗൈസ്, ഞാൻ ഇതിൻ്റെ ഇടയിൽ കാണിക്കാൻ മറന്നുപോയ ഒരു ഐറ്റം ഉണ്ട്. നമ്മുടെ തക്കാളി 2 ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ മാത്രമല്ല, വേറെ അപ്പുറത്തും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി. പിന്നെ നമ്മുടെ പുളി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പുളി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ കർമൂസ് തൈയാണ്. അത് ഞാൻ നട്ടതാണ് കേട്ടോ ഗൈസ്. അതിൻ്റെ ഇടയിൽ ചേമ്പും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചേമ്പ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചീര ഉണ്ടായിട്ടുണ്ട്. സാമ്പാർ ചീര ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ വിത്ത് വീണിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. സാമ്പാർ ചീര ഒരുപാടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ മറ്റേ നോർമൽ ചീര ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തക്കാളി കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്, എന്നാലും തക്കാളി ഉണ്ടായിട്ടുണ്ട്. ചെറിയ തക്കാളി ഇല്ലേ, അതുണ്ടായിട്ടുണ്ട്. പിന്നെ ഗൈസ്, ചീരയും കൊണ്ടൊരു കളിയാണ്. ഇവിടെയും ഉണ്ട് ഗൈസ് ചീര, നോർമൽ ചീര. നമ്മുടെ മത്തൻ്റെ ഇലയാണ് കേട്ടോ. ഇതൊരു 3-4 ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു തെങ്ങിൻ തൈ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കോമഡി. നമ്മുടെ മത്തൻ്റെ വള്ളിയാണ്. പിന്നെ നമ്മുടെ ചേമ്പിൻ്റെ തൈ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കർമൂസേൻ്റെ തൈയും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വലുതായി നമുക്ക് കർമൂസ കഴിക്കാം ഗൈസ്. ചേമ്പിൻ്റെ തൈയാണിത്. ചേമ്പ് അടിപൊളിയാണ് കേട്ടോ. സംഭവം നമ്മൾ വിചാരിക്കും പോലെ നല്ല ഹെൽത്തിയാണ്. ഇത് നമ്മുടെ ചെരങ്ങേൻ്റെ വള്ളിയാണ്. ഞങ്ങളിവിടെ ചെരങ്ങ എന്നാണ് പറയുന്നത്. നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഒന്നല്ല, ഒന്ന് ചെരങ്ങയും ഒന്ന് മത്തനുമാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കൊച്ചു കൃഷി. ഞങ്ങൾക്ക് അങ്ങനെ മണ്ണൊന്നുമില്ല. ഞങ്ങളിവിടെ ഇൻ്റർലോക്കാണ്. അപ്പോൾ ഞങ്ങൾ ചാക്കിലാക്കിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവരും ചെയ്യണം എന്നാണ്. കാരണം ഇത് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കായ് ലഭിക്കും. അപ്പോൾ കടയിൽ നിന്നൊക്കെ വിഷമടിച്ച വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് ഞങ്ങൾക്ക്. മാത്രമല്ല, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം. ഉള്ള ചെറിയ സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ഥലമുള്ള നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ മഴയൊക്കെ ആകുമ്പോൾ അതിന് നമുക്ക് ശുദ്ധവായു ലഭിക്കും, നല്ല തണൽ ലഭിക്കും. അപ്പോൾ അത് എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കാര്യമാണ്. ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ഇതിന് വേണ്ടി വലിയ വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. മണ്ണും വെള്ളമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതൊക്കെ വിത്തിൽ നിന്ന് തന്നെ മുളപ്പിച്ചെടുത്താണ്, ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് തന്നെയാണ് കേട്ടോ ഉപകാരമൊക്കെ ഉള്ളത്. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാലാണ് നമ്മുടെ ഭൂമിക്കും നമുക്കും നിലനിൽപ്പുള്ളത്.
അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഞങ്ങളുടെ കൊച്ചു തോട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള പുതിയ പുതിയ ഐഡിയാസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ഒരു കൊച്ചു തോട്ടം എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. ഇനിയും നമ്മുടെ ഒരുപാട് കലാവിരുതുകൾ നിങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും വരുന്നതായിരിക്കും. ഇനിയും പല പല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കൊച്ചു തോട്ടം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.